أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ألم أقل لك إنك لن تستطيع معي الصبر 16-ാമത്തെ ജുസു ആണ്. ഈ ജുസു തുടങ്ങുന്നത് 15-ാമത്തെ ജുസുവിൽ നമ്മൾ വിശദീകരിച്ച മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭാഷണവും അവർ തമ്മിലുള്ള യാത്രയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അത് കഴിഞ്ഞ ജുസുവിൽ നമ്മൾ പൂർണ്ണമായും അത് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അടുത്തതായി ഇതിൽ പറയുന്ന അടുത്തൊരു സംഭവമാണ് ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ സംഭവം. ദുൽഖർനൈൻ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരിൽപ്പെട്ട ഒരു രാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 യാത്രകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മനുഷ്യന് ആവശ്യമായ എന്തെല്ലാം മാധ്യമങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 3 യാത്രകൾ, ഫഅത്ബഅ സബബ എന്ന് തുടങ്ങുന്ന 3 യാത്രകൾ, അതിലൊന്നാമത്തെ യാത്രയാണ് ഇദ്ദേഹം ഭൂമിയുടെ പടിഞ്ഞാറിൻ്റെ അങ്ങേയറ്റം വരെ പോകുന്നൊരു യാത്രയുണ്ട്. അപ്പോൾ ആ യാത്രയിൽ എത്രത്തോളം സമുദ്രത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന രീതിയിൽ ആ ഒരു വിഷ്വൽ, സമുദ്രത്തിലേക്ക് സൂര്യൻ താഴ്ന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. സമുദ്രത്തിൽ നമുക്കറിയാം, സമുദ്രത്തിൽ പോയിട്ട് നമ്മൾ അസ്തമനം വീക്ഷിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അദ്ദേഹം അത് കാണുന്നതാണ് ഒന്ന്. അതിനുശേഷം അവിടെ അദ്ദേഹം ഒരു സമൂഹത്തെ കാണുകയും ആ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ഓപ്ഷൻ കൊടുക്കും. കാരണം ആ സമൂഹം ഷിർക്കിലായിരിക്കും. അപ്പം ഒന്നുകിൽ അവരെ ബാക്കിയുള്ള ഒരുപാട് സാമ്രാജ്യ ശക്തികൾ തരിപ്പണമാക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിലും ആ സമൂഹത്തെ തരിപ്പണമാക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടൊക്കൽ നല്ല പെരുമാറ്റം ചെയ്യാം, നല്ല രീതിയിൽ അവരോട് പെരുമാറാം എന്നൊരു ഓപ്ഷൻ കൊടുക്കും. പിന്നെ അതിനുശേഷം നല്ല പെരുമാറ്റം അവരോട് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം 2-ാമത്തെ യാത്രയാണ് സുമ്മ അത്ബഅ സബബ എന്ന് പറഞ്ഞുകൊണ്ട് 2-ാമത്തൊരു യാത്ര. അത് ഭൂമിയുടെ കിഴക്കിൻ്റെ അങ്ങേ അറ്റത്ത് വരെ യാത്ര ചെയ്യും. അപ്പോൾ അങ്ങേ അറ്റത്ത് യാത്ര ചെയ്ത് പിന്നെ അതിനുശേഷം സമുദ്രം മാത്രമായിരിക്കും, പിന്നെ ഒന്നുമില്ല, കരയില്ല. ആ അർത്ഥത്തിൽ കിഴക്കിൻ്റെ അങ്ങേ അറ്റം വരെ അദ്ദേഹം യാത്ര ചെയ്യുന്നു. പിന്നെ അദ്ദേഹം അവിടെ ഒരു കൂട്ടം ആൾക്കാരെ കാണും. അവർ പ്രാകൃതരായിരിക്കും, ആദിവാസികളായിരിക്കും, കെട്ടിടങ്ങളില്ല, മതിലുകളില്ല. അപ്പം സൂര്യൻ്റെ കിരണങ്ങൾ നേരിട്ട് അവരുടെ ശരീരത്തിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമൂഹത്തിനുള്ളത്. പിന്നെ അതിനുശേഷം അദ്ദേഹം 3-ാമത് സുമ്മ അത്ബഅ സബബൻ എന്ന് പറഞ്ഞ് 3-ാമതൊരു യാത്ര നടത്തും. അത് ഏത് ഭാഗത്താണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നില്ല. മുഫസ്സിരീങ്ങൾ പറയുന്നത് അത് വടക്ക് ഭാഗത്തേക്കായിരിക്കും ആ യാത്ര എന്നുള്ളതാണ്. അപ്പോൾ ആ വടക്ക് ഭാഗത്ത് എവിടെയാണ് കൃത്യമായി മുഫസ്സിരീങ്ങൾ പറയാത്തത് കൊണ്ട് ആ കൃത്യമായ ആ സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ ഏതുവരെ അത് യാത്ര ചെയ്തു എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. എന്നാലും ചില മുഫസ്സിരീങ്ങൾ കൂടുതലും ഇത് വടക്ക് ഭാഗത്തേക്കുള്ള യാത്രയാണ് എന്ന് അവരുടെ നിഗമനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട് റഷ്യ ആ ഭാഗം, അത് കഴിഞ്ഞുള്ള അതിൻ്റെ ആ എൻഡ് ഭാഗത്താണ് ഈ യാത്ര ചെയ്തത്. അപ്പോൾ ഈ യാത്രയിൽ ഉടനീളം യാത്ര ചെയ്യുമ്പോഴാണ് 2 മലയുടെ താഴ്വരയിലായിട്ട് ഒരു സമൂഹത്തെ കാണുന്നത്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഭാഷ ഇവർക്കറിയില്ല. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്ററിനൊക്കെ വെച്ചുകൊണ്ട് അവരുമായി സംഭാഷണം നടത്തുന്നു. അപ്പോൾ ആ സംഭാഷണത്തിൽ അവർ ഒരു പരാതി ബോധിപ്പിക്കുകയാണ്. ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഞങ്ങളെ എപ്പോഴും വന്ന് ആക്രമിക്കുന്ന യജൂജ് എന്ന് പറയുന്ന 2 വിഭാഗം. അപ്പോൾ ഇവർ വന്ന് ഞങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് തടയിടണം. അതിന് ഞങ്ങൾക്ക് ഈ 2 മലയുടെയും ഈ ചെരുവുകൾ തമ്മിൽ
2 മലയുണ്ട്. അപ്പോൾ ആ മലയുടെ ആ ചെരുവിൻ്റെ ആ ഭാഗത്ത് വലിയൊരു മതിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. 2 അപ്പുറത്തും ഇപ്പുറത്തും മലയായിരിക്കും. ആ മലഞ്ചെരുവ് നിറയെ മതിൽ കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് പറയും. അങ്ങനെ ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ അദ്ദേഹം അവിടെ അവർക്ക് മതിൽ കെട്ടിക്കൊടുക്കാൻ ഇരുമ്പ് കൊണ്ട് അവരതിനു വേണ്ടി സാമ്പത്തികമായൊക്കെ സഹായിക്കാൻ പറയും. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഇരുമ്പ് കൊണ്ടുവരികയും അങ്ങനെ ഇരുമ്പിൻ്റെ മതിൽ 2 ഭാഗത്തും ഇരുമ്പ് അപ്പുറവും ഇപ്പുറവും ഇരുമ്പ് കെട്ടിയിട്ട് അതിൻ്റെ നടുക്ക് ചെമ്പ് ഉരുക്കി, അതായത് ചെമ്പിട്ടിട്ട് ഉരുക്കും. അപ്പോൾ പിന്നെ ഭയങ്കര ശക്തമായ മതിലാകും, പൊളിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല ഉയരത്തിൽ അത് കെട്ടി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കെട്ടി ഉണ്ടാക്കിയതിന് ശേഷം അവരിങ്ങോട്ട് ജനങ്ങളെ ആക്രമിക്കാൻ വരില്ല. പക്ഷെ അങ്ങനെ കെട്ടി ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ ഇതൊന്നും എൻ്റെ കഴിവല്ല, ഹാദ റഹ്മത്തുമിർ റബ്ബി, എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു കരുണ മാത്രമാണ്, അല്ലാതെ എനിക്ക് ഇതിനുള്ള സംവിധാനങ്ങളൊന്നും, എനിക്കിതിനുള്ള കഴിവൊന്നുമില്ല, എല്ലാം അള്ളാഹിൻ്റെ കരുണ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഫൈദാ ജാ വാദു റബ്ബി ജാലഹു ദക്ക, അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അള്ളാഹ് ഇതിനെ എന്ത് ചെയ്യും, നശിപ്പിച്ച് കളയും. ഇത്രയും വലിയ ശക്തിയുള്ള മതിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹിൻ്റെ തീരുമാനം വരുമ്പോൾ അത് പൊട്ടിത്തകരും. വക്കാന വാദു റബ്ബി ഹക്ക, അള്ളാഹുവിൻ്റെ വാദ തീരുമാനം അത് ഹക്ക് തന്നെയാണ്. ഇതിനകത്ത് മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു കൂട്ടം പറയുന്നുണ്ട് ഇത് പൊളിച്ചിട്ടുണ്ട്, കുറേ പേര് ജനവാസ സ്ഥലങ്ങളിലേക്ക് വന്നു എന്ന് പറയുന്ന അഭിപ്രായക്കാരുണ്ട്. ചിലർ പറയുന്നു ഇല്ല, ഇത് പൊളിച്ചിട്ടില്ല. പൊളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ പോലും എല്ലാവരും അത് പുറപ്പെട്ടു വന്നിട്ടില്ല. കുറച്ച് പേര് ഖിയാമത്ത് നാളിലാണ് പുറപ്പെട്ടു വരാൻ പോകുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, അദ്ദേഹത്തിൻ്റെ ഭരണം നടക്കുമ്പോഴാണ് ഇവർ കടന്നു വരുന്നത്. കുറച്ച് പേര് പറയുന്നു ഇല്ല, ഇത് ഇതുവരെ പൊളിക്കപ്പെട്ടിട്ടില്ല, അവർ വരുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭരണകാലത്താണ്. ഇത് സാധാരണ മനുഷ്യർ പോലെ തന്നെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ യാഫിസിൻ്റെ സന്താന പരമ്പരയിലുള്ളവരാണ് ഇവർ എന്ന് ആണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ കൂട്ടർ പല മുഫസ്സിരീങ്ങൾ പല രീതിയിൽ ആധുനിക പണ്ഡിതരെല്ലാം ഇതിനെ കാണുന്നത് ചിലർ മംഗോളിയരാണ് എന്ന് വിവക്ഷിക്കുന്നവരുണ്ട്. എന്തായാലും ഇതിൻ്റെ കൃത്യമായ സ്ഥലമോ അല്ലെങ്കിൽ ഇതാരാണോ എന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല എങ്കിലും ഖുർആൻ പറഞ്ഞ ഇത്രയും കാര്യം വിശ്വസിക്കുക എന്നത്, അതുപോലെ തന്നെ ഹദീസുകളിൽ ഇവരെക്കുറിച്ച് വന്നത് വിശ്വസിക്കുക എന്നത് ഒരു മുഅ്മിൻ എന്ന രീതിയിൽ നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ കടമയാണ്. അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക. പിന്നെ ഇത് എവിടെയായിരുന്നു, കാരണം ഈ ഭൂമിയുടെ മുഴുവൻ എല്ലാ പ്രദേശങ്ങളിലും മനുഷ്യൻ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ മനുഷ്യൻ എത്തിപ്പെടാത്ത ഒരുപാട് പ്രദേശങ്ങളും ഒരുപാട് മലഞ്ചെരുവുകളും മലകളും എല്ലാം ഉണ്ട്. ഇതിലെവിടെയെങ്കിലും ആയിരിക്കാം, അല്ലാഹു ആലം. എന്തായാലും ഈ സമൂഹം ആ സമയത്ത് സാധാരണ മനുഷ്യരാണ്. അവർ കടന്നു വന്ന് ആക്രമിക്കും, ഭയങ്കര അക്രമങ്ങൾ അഴിച്ചുവിടും. അവസാനം ഇവർക്കൊരു രോഗം വന്ന് കഴുത്തിൽ പ്രത്യേക ഒരു രോഗം വരികയും അങ്ങനെ ആ രോഗത്തിൽ എല്ലാവരും നശിച്ചു പോകുന്നതാണ്, അല്ലാതെ ഇവരെ വേറെ ആരും പരാജയപ്പെടുത്തുന്നതല്ല. ഈസാ അലൈഹിസ്സലാമും അനുയായികളും ആ സമയത്ത് തൂര് സീനയിലേക്ക് അഭയം പ്രാപിക്കുകയും ഇവർക്കെല്ലാവർക്കും രോഗം വന്ന് ഇവരെല്ലാവരും മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ മഹാൻ ദുൽഖർനൈൻ എന്ന് പറഞ്ഞ മഹാൻ്റെ സംഭവം ഈ പറയപ്പെട്ട മദീനയിലുണ്ടായിരുന്ന നസാറാക്കളൊക്കെ നബിതങ്ങളെ ഈ വന്ന 2 പേരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അവർ 2 പേര് വന്ന് നബിതങ്ങളോട് ചോദിച്ച 3 ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിരുന്നു ഈ ദുൽഖർനൈൻ്റെ സംഭവം. അതുകൊണ്ടാണ് ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അസ്ഹാബുൽ കഹഫിൻ്റെ സംഭവം, 2 ദുൽഖർനൈൻ്റെ സംഭവം, 3 റൂഹിനെക്കുറിച്ച് അവർ ചോദിച്ച സംഭവം. ഈ 3 സംഭവങ്ങളാണ് പരിശുദ്ധ ഖുർആനിലൂടെ ഈ ഭാഗത്ത് വിശദീകരിച്ച് കൊണ്ടുവന്നത്. ശേഷം കാഫിരീങ്ങൾക്കുള്ള വഈദാണ്, താക്കീദാണ്. അള്ളാഹു അല്ലാത്തവരെ അവർ ഇലാഹാക്കിയതിൻ്റെ പേരിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ടവരാണ് അവർ, അമാലുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായി ഏറ്റവും മോശപ്പെട്ടവരാണ് എന്നും സൂചിപ്പിക്കുന്ന ആയത്താണ്. അതിനുശേഷം മുഅ്മിനീങ്ങൾക്കുള്ള പ്രതിഫലമാണ്, അവർക്ക് സ്വർഗത്തിലുള്ള ഓരോ അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വർണ്ണിക്കുകയാണ്.
അവരതിലെന്നും ശാശ്വതമാണ്. അതിനുശേഷം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, അള്ളാഹുവിൻ്റെ കമാലിയത്തുകൾ ഇത് നിങ്ങൾ എഴുതാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ സമുദ്രത്തിലുള്ള ജലം മുഴുവനും മഷിയായി നിങ്ങൾ സങ്കല്പിക്കുകയും ആ മഷി ഉപയോഗിച്ച് നിങ്ങൾ എഴുതുകയും ചെയ്താൽ തന്നെ ആ ജലം വറ്റിപ്പോകുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ നമുക്കൊരിക്കലും എഴുതി തീർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. പിന്നെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, തങ്ങൾ പറയുക ജനങ്ങളോട്, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, എനിക്ക് വഹി വരുന്നു എന്നതാണ് എൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തീർച്ചയായിട്ടും യഥാർത്ഥ ഇലാഹ് ഒറ്റ ഇലാഹ് മാത്രമാണ്. ആര് ആഖിറം ആഗ്രഹിക്കുന്നുവോ, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം ആർക്കുണ്ടോ എങ്കിൽ അവൻ അമലെ സാലിഹാത്ത് ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കുകാരനാക്കാൻ പാടില്ല. ഇതാണ് ഈ സൂറത്തിൻ്റെ അവസാന ആയത്ത്. അതിനുശേഷമുള്ള അടുത്ത സൂറത്താണ് സൂറത്തു മറിയം. സൂറത്തു മറിയം 98 ആയത്തുകളാണുള്ളത്. 6 റുക്കൂകളാണ് ഈ സൂറത്തിലുള്ളത്. പ്രധാനപ്പെട്ട ഇതിനകത്തുള്ള പ്രമേയം തൗഹീദ്, റിസാലത്ത്, ആഖിറത്താണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത, ഈ സൂറത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതിനകത്ത് ആദ്യം സക്കരിയ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. സക്കരിയ നബിയുടെ സംഭവം 120 വയസ്സായി, ഭാര്യയ്ക്ക് 98 വയസ്സായി, അതിനുശേഷം കുഞ്ഞ് ജനിക്കുന്നു. അദ്ദേഹം, ഈ സംഭവം നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അവർ ദുആ ചെയ്യുന്നു. കാരണം ഇതിനു മുമ്പ് ഇമ്രാന് ദുആ ചെയ്തിട്ട് മറിയം ജനിച്ചതുപോലെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ദുആ ചെയ്യുന്നു. അങ്ങനെയാണ് യഹിയ നബി അവർക്ക് ജനിക്കുന്നത്. അതിനുശേഷം യഹിയ നബിയുടെ പ്രത്യേകതകൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മറിയം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ജന്മം നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്ത് മറിയം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഹസ്രത്ത് മറിയം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദിവ്യഗർഭം ധരിക്കുന്നു. അപ്പം ബൈത്തുൽ മുഖദ്ദസിലാണ്, നമ്മൾ നേരത്തെ ഇത് സൂചിപ്പിച്ചതാണ്, ഇമ്രാൻ അവരുടെ പിതാവ് നേർച്ച ചെയ്യുകയാണ്, എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ അത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഖാദിമാക്കാമെന്ന്. പക്ഷേ ജനിക്കുന്നത് പെൺകുഞ്ഞായി പോകും. അപ്പം ആ പെൺകുഞ്ഞിൻ്റെ പേരിൽ ആകപ്പാടെ അദ്ദേഹത്തിന് ആശയക്കുഴപ്പമാവുമെങ്കിലും അവസാനം ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ആ പെൺകുഞ്ഞിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയക്കുന്നു. അപ്പോൾ അവരുടെ സംരക്ഷണം അവരുടെ മാമ ബന്ധുവായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. അവിടെ വെച്ച് തന്നെ പല അത്ഭുതങ്ങളും അദ്ദേഹം കാണുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്, പഴവർഗ്ഗങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ദിവ്യഗർഭം വരുന്നത്. അതായത് ഒരു പുരുഷന് സ്പർശിക്കാതെ അവർ ഗർഭം ധരിക്കുകയാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ത്യാഗമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, ഞാൻ ഈ ഗർഭവേദന, പ്രസവവേദന അടുക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഞാൻ മരിച്ചിരുന്നെങ്കിൽ നന്നായി പോയേനെ എന്ന്. കാരണം അത്രയും വലിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയമാണ് ജനങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കും എന്നുള്ളൊരു കാര്യം. ആരും ഇത് വിശ്വസിക്കില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ചരിത്രവുമില്ല. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്താണത്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനൊന്നും തന്നെ അതീതമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാതാവും പിതാവും ഇല്ലാതെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ഹവ്വായെ സൃഷ്ടിച്ചു. ഇതുപോലെ തന്നെ മറിയമിന് ഒരു കുഞ്ഞ് പിതാവില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഒരു കുഞ്ഞ് മറിയമിന് കിട്ടുകയാണ്, മറിയമിന് ലഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രസവം, ആ രംഗം അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറിയമിൻ്റെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രസവവേദന വന്നപ്പോൾ ഒരു ഈത്തപ്പനയുടെ ചവിട്ടിൽ പോകാൻ വേണ്ടി പറയുകയും, അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടാണ് അവർക്ക് അള്ളാഹുവിൻ്റെ ഈ വിഷമവും സങ്കടവും എല്ലാം വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വിളി വരുന്നത്, നീ ദുഃഖിക്കേണ്ടതില്ല, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദുഃഖവും വേണ്ട, അള്ളാഹു എല്ലാ സംവിധാനങ്ങളും ചെയ്യും, അതിനകത്ത് സമാധാനം അള്ളാഹു തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകും. മരം അടുത്ത് വന്ന് ഈത്തപ്പന കായ്കളെല്ലാം അവരുടെ മുമ്പിൽ വന്ന് വീഴുന്ന സംഭവങ്ങളൊക്കെ, അതിനുശേഷം
അതിൽ നിന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കാനും കുടിക്കാനും ഒക്കെ പറയുന്നു. അതിനുശേഷം ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവും, ജനങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും തന്നെ പറയേണ്ടതില്ല, ഞാൻ നോമ്പ് വെക്കാൻ നേർച്ച ചെയ്തിരിക്കുന്നു എന്ന് പറയുക, ഒരാളോടും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മതി. കാരണം അന്നത്തെ ശരീഅത്തിലുണ്ടായിരുന്നൊരു രീതിയാണ് നോമ്പ് വെക്കുന്നത് നിശബ്ദമായുള്ള നോമ്പ്, ഭക്ഷണം കഴിക്കാം പക്ഷേ സംസാരിക്കാൻ പാടില്ലാത്ത നോമ്പ്. അത് നമ്മുടെ ശരീഅത്തിലില്ല, പക്ഷേ മുൻകഴിഞ്ഞ ശരീഅത്തിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ആ നോമ്പാണ് നിശബ്ദമായി ഇരിക്കുക എന്നുള്ളതാണ് ആ നോമ്പിൻ്റെ പ്രത്യേകത. ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന് അടയാളമായിട്ടും അള്ളാഹു ഇതിനെയാണ് കൊടുത്തത്. അതേപോലെ തന്നെ മറിയമിൻ്റെ അടുക്കലും ഇതെന്ത് ചെയ്താൻ പറഞ്ഞു, ഈ നോമ്പ് നോമ്പാണ് എന്ന് ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ, പ്രത്യേകിച്ച് ജൂതന്മാർ വന്നിട്ട് ഒരുപാട് അസഭ്യം പറയുകയാണ്. നിൻ്റെ പിതാവും മാതാവും മാന്യന്മാരായിരുന്നല്ല, മനുഷ്യരായിരുന്നല്ലോ, പിന്നെന്തുകൊണ്ട് നീ ഇങ്ങനെ വ്യഭിചാരം നടത്തി, ഇങ്ങനെ കുഞ്ഞിന് ജന്മം നൽകി എന്നൊക്കെ വന്ന് ഭയങ്കരമായ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ ചെയ്യിക്കുമ്പോഴത്തേക്കാണ് മറിയം അലൈഹിസ്സലാം കുട്ടിയിലേക്ക് സൂചന കൈകൊണ്ട് ഇഷാറ കാണിക്കും, നോമ്പാണെന്ന് കാണിച്ച് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് കുട്ടി അതിന് മറുപടി പറയും എന്ന് പറയും. ഈ കുട്ടി എങ്ങനെ സംസാരിക്കാനാണ്, ഈ ചെറിയ കുഞ്ഞെങ്ങനെ സംസാരിക്കും? പക്ഷേ എന്താണ് അള്ളാഹുവിൻ്റെ അത്ഭുതം, ആ കുഞ്ഞെന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന ആദ്യത്തെ വാക്ക് തന്നെ അത് ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്നാണ്. അപ്പോൾ ഇത് കൃത്യമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് എന്ന വാദം നടത്തുന്നവർക്ക് മറുപടിയാണത്. ഈസാ അലൈഹി സ്വലാം ദൈവമല്ല, അള്ളാഹുവിൻ്റെ ഒരു ദാസനാണ് എന്നുള്ളത്. ഇന്നി അബ്ദുല്ലാ, പക്ഷേ ആതാനിയൽ കിതാബ് വജഅലനി നബിയ, എന്നെ അള്ളാഹു നബിയാക്കി, എന്നെ അള്ളാഹു പ്രവാചകനാക്കി, എനിക്ക് പ്രവാചകത്വം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ എവിടെയുണ്ട് അവിടെ എല്ലാം ഐശ്വര്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ നിയമത്തിന് അതീതനല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നിയമം ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ബാക്കിയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ നിയമം അനുസരിക്കണോ അതുപോലെ എനിക്കും അനുസരിക്കണം. വൗസാനി ബിസ്സലാത്തി വസ്സകാത്ത്, നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും ഒക്കെ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം ചെയ്യണം. അപ്പം നമസ്കാരമൊക്കെ എനിക്കും നിർവഹിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വബർറം ബി വാലിദത്തി, താഴ്മ വേണം, വിനയം വേണം, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ നന്മ ചെയ്യണം. അതുപോലെ തന്നെ വലം യജാൽനി ജബ്ബാറൻ ഷഖി, എന്നെ ഒരിക്കലും അള്ളാഹു അഹങ്കാരിയാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അഹങ്കാരിയല്ല, എനിക്ക് വിനയമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജനിച്ച ദിവസവും, അതുപോലെ തന്നെ ഞാൻ മരിച്ച ദിവസവും, അതുപോലെ തന്നെ ഞാൻ ഇനി പുനർജീവിക്കുന്ന ദിവസവും, എല്ലാ ദിവസവും രക്ഷയാണ് എന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം എനിക്ക് വസ്സലാമു അലയ്യ, എനിക്ക് പൂർണ്ണ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സലാമുണ്ട്. അത് എപ്പോഴൊക്കെ, ഞാൻ ജനിച്ചപ്പോഴും ഇനി ഞാൻ മരിക്കുമ്പോഴും ഇനി എന്നെ നാളെ ആഖിറത്തിൽ പുനർജീവിപ്പിക്കും, അപ്പോഴും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് രക്ഷയുണ്ട് എന്ന് പറയുകയാണ് പ്രവാചകൻ. ഇപ്പോൾ ചുരുക്കത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന മറുപടിയാണ് അന്നുണ്ടായിരുന്ന ജൂതന്മാർക്ക് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ സംസാരിച്ചു. അത് വലിയ മുഅ്ജിസത്താണ്. അപ്പോൾ അത് സംസാരിച്ചു, കൃത്യമായി മറുപടി നൽകി, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ നസാറാക്കൾക്ക് മറുപടി പറയുകയാണ്, മാക്കാന ലില്ലാഹി യത്തഖിദ മിൻ വലദിൻ, അള്ളാഹുവിനൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വലതില്ല, കുഞ്ഞില്ല, അള്ളാഹുവിന് അതിൻ്റെ ആവശ്യവുമില്ല എന്ന് കൃത്യമായി പറയുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുക. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സിദ്ദീഖൻ നബിയ, സത്യസന്ധനായ നബിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ദഅവത്ത് നടത്തിയപ്പോൾ പിതാവിൻ്റെ ഭീഷണിക്ക് വഴങ്ങിയില്ല. അവസാനം അദ്ദേഹത്തിന് ഇറാഖ് വിട്ടു പോകേണ്ടി വന്നു. അങ്ങനെയാണ് അദ്ദേഹം ഷാമിലേക്ക് ഹിജറ ചെയ്തു വരുന്നത്. പിന്നെ ഷാമിലുണ്ടായിരുന്ന ജനങ്ങൾക്കാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിനുശേഷം ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ് വരുന്നത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്നത്. 136 തവണ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഏകദേശം 69 തവണ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബാക്കിയുള്ള പ്രവാചകന്മാർ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി, ലൂത്ത് നബി, അതിനൊക്കെ ശേഷം ഈസാ അലൈഹിസ്സലാം, ഇവരുടെ പേരുകൾ ഈ തർത്തീബ് അനുസരിച്ച് കുറച്ചായിട്ട് വന്നിട്ടുണ്ട്. 25 തവണയൊക്കെയാണ് ഏകദേശം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് വന്നത്. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നമുക്ക് ഖുർആനിൽ പല സ്ഥലത്തും പല രീതിയിൽ പലയിടത്തായിട്ട് നമുക്കത് കാണാൻ കഴിയും. കാരണം അത്രയും നമുക്കെന്തുണ്ട്, ഗുണപാഠമുള്ളൊരു സംഭവമാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം അങ്ങനത്തെ ഒരു സമുദായമായിരുന്നു, ഈ ബനു ഇസ്രായേൽ, ജൂതന്മാർ. പ്രവാചകനെ, ഇവരെ അള്ളാഹുവിൻ്റെ പല സഹായങ്ങളും നേരിട്ട് കണ്ടിട്ട് പോലും മിനിറ്റിന് ധിക്കാരം ചെയ്തുകൊണ്ടേയിരുന്നവരാണ് അവർ. എത്ര പറഞ്ഞാലും കേൾക്കാത്തൊരു സമൂഹം. അപ്പോൾ ഓരോ തവണയും പ്രവാചകൻ എന്തെങ്കിലുമൊക്കെ ഒരല്പസമയം അവരിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ എന്തെങ്കിലും എന്ത് ചെയ്യും, ഷിർക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏറ്റവും വലിയ പാതകത്തിലേക്ക് അവർ പോകുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഗുണപാഠം നമുക്ക് ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിലുണ്ട്. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്നത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്ത് കിട്ടിയ സംഭവമാണ്. അപ്പം നുബുവത്ത്, അദ്ദേഹം മദീനയിൽ നിന്നും മടങ്ങി വരികയാണ്. അപ്പം മടങ്ങി വരുന്ന സമയത്ത് തീ കാണുന്ന സംഭവമാണ്. ഇതിൻ്റെ ഫുൾ വിശദീകരണം അടുത്ത സൂറത്ത് താഹയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് തൻ്റെ സഹോദരനെ ഹാറൂൻ അലൈഹിസ്സലാം നബിയാക്കി 2 പേരെ ഫിറഔനിലേക്ക് അയക്കുന്ന സംഭവമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിനുശേഷം ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങൾ ബയാൻ ചെയ്യുന്നു. അതിനുശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം കാണാം. ഇവിടെ എല്ലാത്തിലും, അതായത് കൃത്യമായി ഇവരുടെ ആ പരമ്പര, അവർക്ക് ശേഷം വന്ന മുഅ്മിനീങ്ങളുടെ പരമ്പര, ഇവരെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. പിന്നെ ശേഷം ഇവരുടെ ഇടയിൽ പതുക്കെ അതിക്രമങ്ങൾ തുടങ്ങി, അനാചാരങ്ങൾ തുടങ്ങി, ഷിർക്കിലേക്ക് ഇവർ പോയി. അങ്ങനെ ഇവർ നമസ്കാരത്തെ പാഴാക്കി. ആദ്യത്തെ ഇവരുടെ സ്റ്റെപ്പുകൾ പറയുമ്പോഴത്തേക്ക് ആദ്യം പറയുന്ന കാര്യമാണ് അല്ലാഹു സലാത്ത. അവർ നമസ്കാരത്തെ പാഴാക്കുന്നു. കാരണം നമസ്കാരം, അള്ളാഹുവിലേക്ക് നമ്മൾ നിൽക്കുന്ന, അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗം നമുക്കില്ല എങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് പാവങ്ങൾ ഓരോന്നോരോന്ന് നമുക്ക് എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം അവരുടെ പ്രശ്നമായി കാണുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയങ്ങളെല്ലാം, ഈ പ്രവാചകന്മാരുടെ പരമ്പരകളെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞത് എന്താണ്? അല്ലാഹു സലാത്ത്, അവർ നമസ്കാരങ്ങൾ പഴം. അതിന് ശേഷം വന്ന പരമ്പരയിൽ ഉണ്ടായവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പറയുന്ന ആദ്യത്തെ പ്രശ്നം അതാണ്. പിന്നെ ഇവർ നഫ്സിൻ്റെ താല്പര്യങ്ങളെ വഴിപ്പെട്ട്, പിന്നെ ഇവരിൽ ഷിർക്കുണ്ടായി. അങ്ങനെ അതിനുശേഷം മുശ്രിക്കീങ്ങളുടെ പ്രശ്നങ്ങൾ, ഓരോ കൗമിൻ്റെ മുശ്രിക്കീങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, അവരെന്തൊക്കെയാണ്, അതിന് വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് ആഖിറത്തിൽ പുനർജീവിതവും അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും അതിനുള്ള പ്രതിഫലങ്ങളും എല്ലാം കിട്ടും. അവരെല്ലാം നരകത്തിന് ചുറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിന് ചുറ്റും അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അതേസമയം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമലെ സാലിഹാത്ത് ചെയ്യുന്ന, സൽക്കർമ്മം ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ സ്നേഹം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാക്കും. എല്ലാവരുടെയും ഹൃദയത്തിൽ, ദുനിയാവിലുള്ളവരുടെ ഹൃദയത്തിലും അവരോട് സ്നേഹമുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ആഖിറത്തിൽ ആകാശഭാഗത്തുള്ള മലക്കുകളുടെ മനസ്സിലും അവരോടുള്ള സ്നേഹമുണ്ടാകും. ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞ വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ നല്ല ഒരു ഈമാനോടുകൂടെ നല്ല അമലെ സാലിഹാത്തൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു അയാളെ ഇഷ്ടപ്പെടും. അപ്പോൾ ജിബ്രീലിനെ വിളിച്ചിട്ട് ഇഷ്ടപ്പെടാൻ പറയും. ബാക്കിയുള്ള മലക്കുകൾ അയാളെ ഇഷ്ടപ്പെടും. ലാസ്റ്റ് ഭൂമിയിലുള്ള എല്ലാവരും അദ്ദേഹത്തെ എന്ത് ചെയ്യും, ഇഷ്ടപ്പെടും എന്ന് പറയുന്നത്. നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എങ്കിൽ അവർക്ക് ഭൂമിയിലുള്ളവരുടെ എല്ലാവരുടെയും കോപം അവർക്ക് കിട്ടും. ആരും അവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്ന വിഭാഗമാണ് അടുത്ത ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെയും മുശ്രിക്കീങ്ങളുടെ ഓരോ പ്രശ്നങ്ങളാണ്. അവർ പറഞ്ഞ ഓരോ വാക്കുകൾ, ഇത്തഖദർ റഹ്മാൻ വലദ, അള്ളാഹു മകനെ സ്വീകരിച്ചു, അള്ളാഹുവിന് മകനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ അതിനുള്ള മറുപടിയാണ് വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് തുടങ്ങുന്ന വിഷയങ്ങളൊക്കെയാണ് പിന്നെ ഈ സൂറത്ത് അവസാനിക്കുന്നത് വരെ പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സൂറത്താണ് സൂറത്തു താഹ എന്നത്. സൂറത്തു താഹ മക്കി, നബിതങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 135 ആയത്തും 8 റുക്കുവുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് താഹ എന്നത് മുഫസ്സിരിങ്ങളുടെ 2 അഭിപ്രായം. ഒന്ന്, നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമങ്ങളിലൊരു നാമമാണ് താഹ. അപ്പം നബിതങ്ങളുടെ പേര് വിളിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സൂറത്താണിത്. വേറൊരു അഭിപ്രായം, നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ അലിഫ് ലാം മീം മുക്ക ഹുറൂഫെ മുഖത്താഅത്ത്,
അതുപോലെ ഇതും മുഖത്തായത്തിൻ്റെ ഹുറൂഫാണ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയൂ എന്നും വിവരിക്കുന്ന മുഫസ്സിരീങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഈ ഈ ആയത്തിൻ്റെ ഈ സൂറത്തിൻ്റെ തുടക്ക സമയത്ത് മാൻസല അലൈക്കൽ ഖുർആന ലിതഷ്ഖ എന്ന് തുടങ്ങുന്ന ഭാഗത്ത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഖുർആൻ ഓതുന്നു. അതുപോലെ തന്നെ എപ്പോഴും ദഅവത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഫ്സിനെ പൂർണ്ണമായിട്ടും മറന്നുകൊണ്ട് തങ്ങളുടെ ആഹാരപാനീയങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അതുപോലെ തന്നെ ഉറക്കം ശ്രദ്ധിക്കുന്നില്ല. രാത്രിയാണെങ്കിൽ ഫുൾ ടൈം ഇബാദത്ത്, ഫുൾ ടൈം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. അപ്പോൾ തങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്ക ഭാഗം വന്നിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല നബിയെ താങ്കൾക്ക് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കലാം ഇറക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും കഷ്ടപ്പെടേണ്ടതില്ല. അതേപോലെ തന്നെ കാഫിരീങ്ങൾ മുസ്ലിം ആകാത്തതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കേണ്ട, താങ്കൾ ഒരുപാട് വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല എന്നുള്ള കാര്യമാണ് ഈ തുടക്കത്തിൽ ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് പറഞ്ഞു വരുന്നത്. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവം ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷമാണ്, കുറച്ച് കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനുണ്ടായ കാരണം, ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും, ആദ്യം നിൻ്റെ വീട്ടിൽ പോയി നോക്ക്, നിൻ്റെ പെങ്ങളും അളിയനും മുസ്ലിമായിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവർ ഈ പറയപ്പെട്ട സൂറത്ത് താഹയാണ് ഓതുന്നത്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം അത് വായിച്ച് നോക്കി, അതും അദ്ദേഹം ഓതി നോക്കുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തൻ്റെ മനസ്സ് മാറുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കഷ്ടപ്പാടുകൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കഷ്ടപ്പാടുകൾ മക്ക ജീവിതത്തിൽ സഹിക്കുന്നു, എന്നിട്ട് രാത്രിയിൽ ഉറങ്ങുന്നില്ല. അപ്പോൾ തങ്ങൾക്ക് അത്രയും സമാശ്വസിപ്പിച്ചുകൊണ്ടുള്ള സൂറത്താണ് ഈ സൂറത്ത് താഹ. അപ്പോൾ അതുപോലെ തന്നെ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം തങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസവുമാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാമും വലിയ ആശ്വാസമാകുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മദിയനിൽ നിന്ന് മടങ്ങി വരികയാണ് തൻ്റെ ഭാര്യയുമായിട്ട്. അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കിബിത്തിയെ അടി കൊടുക്കുകയും കിബിത്തി മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ബനു ഇസ്രായേലും ഒരു കിബിത്തിയും തമ്മിലൊരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് മിസ്രിൽ വെച്ച്, ഈജിപ്തിൽ വെച്ച് അങ്ങനെ സംഭവിക്കും. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഈ സൂറത്തിൽ ക്രമമല്ലാത്ത രീതിയിൽ 2-3 സ്ഥലങ്ങളിൽ ക്രമമല്ലാത്ത രീതിയിൽ പറഞ്ഞു വരുന്നു. അപ്പോൾ ആദ്യം പറയുന്ന ഭാഗം ഇതാണ്. ഇദ്ദേഹം വിവാഹമെല്ലാം കഴിച്ച് മദിയനിൽ നിന്ന് മടങ്ങി വരുന്നൊരു സമയമാണ് ഈ പറയുന്നത്. അത് ഏകദേശം ഈജിപ്തിൽ നിന്ന് അദ്ദേഹം പോയി മദിയനിലെത്തി, പിന്നെ അവിടെ നിന്ന് വിവാഹം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തണുപ്പ് സമയം, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഒരു തീ കായണം, അപ്പോൾ ചൂട് വേണം. അങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ ഈ പറയപ്പെട്ട സീന പർവ്വതത്തിൻ്റെ, സീന എന്ന് പറയുന്നത് വലിയ മരുഭൂമിയാണ്. അപ്പോൾ അതിൻ്റെ തുവ എന്ന് പറയുന്നത് ഒരു താഴ്വര ഭാഗമാണ്. ഈ തൂർ എന്ന് പറയുന്നത് ആ മലയുടെ പേരാണ്. അപ്പോൾ മലയുടെ താഴ്വര, തുവ എന്ന് പറയുന്ന താഴ്വര, അത് വളരെ പവിത്രമായൊരു സ്ഥലമാണ് ഈ തുവ താഴ്വര എന്ന് പറയുന്നത്. അള്ളാഹു ഒരുപാട് പവിത്രത നൽകിയ ഒരു സ്ഥലമാണ്. അങ്ങനെ ആ താഴ്വരയിൽ ചെന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം അദ്ദേഹം കേൾക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കലാം, അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്നു. പിന്നെ 2 മുഅ്ജിസത്ത് അവിടെ വെച്ച് കൊടുക്കുന്നു. അതിലൊന്നാണ് വടി തറയിടുമ്പോൾ പാമ്പാകുന്നു. പിന്നെ കൈ പുറത്തെടുക്കുമ്പോഴത്തേക്ക് വലിയ പ്രകാശം ഉള്ളതായിത്തീരുന്നു. അപ്പം അത് ഉള്ളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പിന്നെ പുറത്തെടുക്കുമ്പോൾ വലിയ പ്രകാശമുള്ളതായിട്ട് കാണുന്നു. ഭയങ്കര പ്രകാശം ആ കയ്യിലുണ്ടാകും. ഈ 2 മുഅ്ജിസത്തുമായിട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, ഈജിപ്തിലേക്ക് അയക്കുന്നത്. ശേഷം ഈജിപ്തിൽ അദ്ദേഹത്തിൻ്റെ ദഅവത്താണ്. ഈജിപ്തിൽ ദഅവത്ത് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപും എന്ത് ചെയ്തതാണ്, വിഷയം ചർച്ച ചെയ്തതാണ്. ഏകദേശം ഈ സൂറത്തിൽ സിംഹഭാഗവും ഏകദേശം 9-ാമത്തെ ആയത്ത് മുതൽ 99-ാമത്തെ ആയത്ത് വരെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വ്യത്യസ്ത സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ സംഭവം ഒന്ന്, അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്, പിന്നെ ഈജിപ്തിൽ നിന്ന് ഈ സമുദായത്തെ ബനു ഇസ്രായേലിനെ കൊണ്ട് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി, അള്ളാഹു തൗറാത്ത് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ യാത്രയിൽ സീനയിലേക്ക് വിളിപ്പിക്കുന്ന സംഭവമാണ്. അത് ഈജിപ്തിൽ നിന്ന് ഷാമിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അവിടെ വെച്ച് ബനു ഇസ്രായേലിൻ്റെ ധിക്കാരങ്ങൾ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്
അദ്ദേഹം തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവരെല്ലാവരുടെ തർബിയത്ത് ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയപ്പെട്ട തൗറാത്ത് അള്ളാഹുവിൽ നിന്ന് കലാമ് വാങ്ങാൻ വേണ്ടി ഇദ്ദേഹം മൂസ അലൈഹി സ്വലാം തൂർ സീനയിലേക്ക് പോകുന്നത്. അപ്പോൾ 40 ദിവസം കഴിഞ്ഞ് വരുമ്പോഴുണ്ടാകുന്ന രംഗമെന്ന് വെച്ചാൽ ഇവർ പശുക്കുട്ടിയെ ആരാധിക്കുകയാണ്. അപ്പോൾ പശുക്കുട്ടിയെ ആരാധിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മന്ത്രവാദി സാമുരി എന്ന് പറഞ്ഞ് അദ്ദേഹവും ഈ യാത്രയിൽ കൂടിയിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിശ്വാസിയൊന്നും ആയിരുന്നില്ല, ഒരു മുനാഫിഖായിരുന്നു. അപ്പം ഇവരുടെ ആഭരണങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഈ ആഭരണങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരോടും ആഭരണം ഇടാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ആഭരണത്തിന് പകരം കുറച്ച് മണ്ണാണ് ഇട്ടത്. ചരിത്രം വിശാലമാണ്. ഇദ്ദേഹത്തിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിനക്ക് എവിടെ നിന്നാണ് ഈ മണ്ണ് കിട്ടിയത്? അപ്പോൾ ഈ യാത്രയിൽ ജിബ്രീൽ അലൈഹി സ്വലാം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ ചവിട്ടടിയിൽ ജീവൻ്റെ അംശം കാണുന്നത് അദ്ദേഹം കണ്ടു എന്നും അങ്ങനെയാണ് അവിടുന്ന് മണ്ണ് ശേഖരിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മുടെ വിഷയം അതല്ല. അദ്ദേഹം ഈ ആഭരണങ്ങളെല്ലാം കൊണ്ട് അത് ഉരുക്കി ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കുന്നു. പിന്നെ അതിനൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ആ ശബ്ദം ഒന്നുകിൽ ഉലമാക്കൾ പറയുന്നത് അത് കാറ്റ് കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദമാണ്. എന്തായാലും ആ പശുക്കുട്ടി അവരെ ആരാധിക്കുകയാണ്. അപ്പം വന്ന് ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് വഴക്കുണ്ടാകുന്നു. അപ്പോൾ ഹാറൂൻ നബി സ്വലാം അതിൻ്റെ ന്യായം പറയുന്നു, ഞാനിപ്പോൾ ഇതിനകത്ത് ഇടപെട്ട് ഇവരെ ഇതിൽ നിന്നും മാറ്റിയിരുന്നെങ്കിൽ 2 ഗ്രൂപ്പായി പോയേനെ, പിന്നെ അതിനേക്കാൾ പ്രശ്നങ്ങളായി പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദഅവത്ത് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ താങ്കൾ വന്നതിന് ശേഷം പക്ഷേ ഇതെല്ലാം റെഡിയാകും എന്ന വിചാരത്തിൽ ഞാൻ ദഅവത്ത് ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് ഹാറൂൻ അലൈഹി സ്വലാം മറുപടി പറയുന്നു. പിന്നെ അതിനുശേഷം ഈ സാമുരി അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകുന്നു. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നീ ലാ മിസാസ്, ആരും എന്നെ തുടരുതെന്ന് പറഞ്ഞുകൊണ്ടേ നടക്കും, ഇതാണ് നിൻ്റെ ജീവിതത്തിലെ ശിക്ഷ എന്ന് പറയുന്നു. ഉലമാക്കൾ അതിനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് ആരും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള രോഗം ഇദ്ദേഹത്തിന് പിടിപെടുകയാണ്. ആരും ഈ മനുഷ്യനെ തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ, എന്നുവെച്ചാൽ ജനങ്ങളോട് ഒരു സമ്പർക്കവും ഇല്ലാത്ത രീതിയിൽ ഇദ്ദേഹം ചത്ത് പോവുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ വെച്ചും ഇവർ ശിർക്ക് ചെയ്തു. ഈ യാത്രയിൽ അള്ളാഹുവിൻ്റെ നിയമത്തുകളെല്ലാം നേരിട്ട് കണ്ടവരാണ്, അള്ളാഹുവിൻ്റെ സഹായം നേരിട്ട് കണ്ടവരാണ്. എന്നിട്ട് പോലും ഒരാൾ വന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ അതിൽ തന്നെ അള്ളാഹുവിൻ്റെ ഒരു നബി, മൂസ നബി ഇല്ലെങ്കിലും ഹാറൂൻ നബി കൂടെയുണ്ട്, എന്നിട്ട് പോലും ഇവരെന്ത് ചെയ്തു? ഈ രീതിയിൽ ഓരോ മിനിറ്റിലും ധിക്കാരം ചെയ്തുകൊണ്ട് നടന്ന ഒരു സമൂഹമാണ് ഈ ജൂതന്മാർ, യഹൂദികൾ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഇത്രയും വിശാലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഗുണപാഠത്തിന് വേണ്ടി നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും ഈ ജൂതന്മാരുടെ അവരുടെ സ്വഭാവം നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന്. അത് കഴിഞ്ഞ് മറ്റൊരു സംഭവം ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തുടക്ക സമയത്താണ്. അതും ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഒരു പുരോഹിതൻ വന്ന് ആരോട് പറയുന്നുണ്ട്, ഒരു ഫിറൗനോട് വന്ന് പറയും, ബനു ഇസ്രായേലിലൊരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞ് നിൻ്റെ അന്ത്യത്തിന് കാരണമാകുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണത്താൽ ബനു ഇസ്രായേലിൽ ഏത് ആൺകുഞ്ഞ് ജനിച്ചാലും കൊന്നുകളയാനാണ് കൽപ്പന. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂസ അലൈഹി സ്വലാം ജനിക്കുന്നത് പോലും. പക്ഷെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നദിയിൽ ഒഴുക്കാമെന്ന്. അങ്ങനെ ആ നദിയിൽ നിന്ന് ഒഴുക്കി അത് കിട്ടുന്നത് ഫിറൗൻ്റെ ഭാര്യയ്ക്കാണ്. ഫിറൗൻ്റെ അത് തുറന്നു നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കുഞ്ഞിൽ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക തഅസ്സുർ എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഈ കുഞ്ഞിനെ കൊല്ലാനും തോന്നൂല, എടുത്ത് വളർത്താൻ തോന്നും. അത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിൽ ആ വാത്സല്യം, ആ മുഖത്തിൽ ആ വാത്സല്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുഞ്ഞിന് പിന്നെ ഫിറൗനും ആ വാത്സല്യം അറിയാതെ തോന്നും, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം, നമുക്ക് മക്കളില്ലല്ലോ, അങ്ങനെ അവർ വളർത്താൻ തീരുമാനിക്കും. അങ്ങനെ തിരിച്ച് പാല് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ നാട്ടിൽ ആരുടെയും പാല് ഈ കുഞ്ഞ് സ്വീകരിക്കുന്നില്ല. അപ്പോഴാണ് ഈ പെങ്ങളെ ഉമ്മ പറഞ്ഞു വിടുന്നത് കുഞ്ഞ് എന്തായി എന്നറിയാൻ വേണ്ടി. അപ്പോഴാണ് പെങ്ങൾക്ക് ഈ വാർത്ത അറിയുന്നത്. അങ്ങനെ പെങ്ങൾ വന്നിട്ട് പറയും, അവരോട് പറയും, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ ഇതേപോലെ പാല് കൊടുക്കാനുള്ള സമയമാണ്, കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞ് ആ പാല് മാത്രം കുടിക്കും. അപ്പോൾ ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ആ അനുഗ്രഹങ്ങളും ഈ സൂറത്തിലെ പ്രമേയമാണ്. ഈ സൂറത്തിലെ ആ വിഷയങ്ങളും പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം
ഖുർആനിൽ ഈ ചരിത്രങ്ങൾ പറഞ്ഞതിൻ്റെ ഹിക്മത്ത് എന്താണ്, അതിൻ്റെ യുക്തി എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം കൂടെ ഉണർത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു, സ്വർഗത്തിൽ എല്ലാ ഇതും കൊടുത്തു. പക്ഷേ ഒരു കനി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. ശൈത്താൻ വന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഴികേടിലാക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ശൈത്താനെ വഴിപെടരുത്. കാരണം ശൈത്താൻ ശത്രുവാണ്. കാരണം ശൈത്താൻ യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമായിട്ടുള്ള ശത്രുത എന്താണ്? ശൈത്താൻ്റെ കിബിറാണ്, അഹങ്കാരമാണ്. അപ്പോൾ അള്ളാഹു ശൈത്താനെ പറയുമ്പോഴെല്ലാം പറയുന്നുണ്ട് അതുവും മുബീൻ. കാരണം ഒരു മനുഷ്യന് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ താനാണ് വലുത് എന്ന ഭാവമാണ് ഈ കിബിർ എന്ന് പറയുന്നത്. അപ്പം തന്നേക്കാൾ വലിയ ഒരാളെ പ്രത്യക്ഷത്തിൽ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ കാരണം ഞാൻ വലിയവനാണല്ലോ, അപ്പോൾ എന്നേക്കാൾ വലിയവനവനാകുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് അവനോട് എനിക്ക് അസൂയ ഉണ്ടാകും. അപ്പോൾ ഹസദ്, അതും ശൈത്താൻ്റെ സ്വഭാവമാണ്. അടുത്തത് ഹസദ് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഞാൻ അവനെ എന്നെങ്ങനെയെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും, ആലോചിക്കും. അപ്പോൾ അവനോട് എനിക്ക് ശത്രുത ഉണ്ടാകുന്നു. അതുകൊണ്ട് ശൈത്താൻ ശത്രുവാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശത്രുവാണ്. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയാതെ ഒരു നിമിഷത്തിൽ അവൻ്റെ വാക്ക് കേട്ടുപോയി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കേട്ടു, ശരിയാണ്. അതിന് അള്ളാഹു പറഞ്ഞത് മറവി സംഭവിച്ചു എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറന്നുപോയി. അപ്പോൾ മറന്നുപോയി, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയത് കൊണ്ട് അവൻ്റെ വാക്ക് കേട്ടതാണ്. അപ്പോൾ ആ വാക്ക് കേട്ടതിൻ്റെ പേരിൽ എന്ത് ചെയ്യേണ്ടി വന്നു? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വന്നു. ആദം നബി അലൈഹി സ്വലാം പുറത്താക്കപ്പെട്ടു, അതുപോലെ തന്നെ കൂടെ ഹവ്വായും പുറത്താക്കപ്പെട്ടു. അതിനുശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ദുനിയവിയായ ഐഹിക സുഖവും ജീവിതവും എല്ലാം കണ്ടുകൊണ്ട് അവരുടെ ജീവിതവും, അതായത് അള്ളാഹുവിന് സത്യനിഷേധികൾ ദുനിയാവിൽ അവരുടെ ആഡംബരങ്ങളെല്ലാം കണ്ടുകൊണ്ട് മതിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിൽ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണ്. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും അയാൾ രക്ഷപ്പെട്ടു എന്നതിൻ്റെ തെളിവല്ല. ഇനി ഒരാൾക്ക് ദുനിയാവിൽ പരീക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അദ്ദേഹം അർഹനായി എന്നും അർത്ഥമില്ല. അതുകൊണ്ട് അതൊന്നും കണ്ട് താങ്കൾ എന്ത് ചെയ്യേണ്ട, അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് താങ്കൾ അള്ളാഹുലേക്ക് താങ്കളുടെ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ തങ്ങളുടെ കുടുംബക്കാരെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. ആ നമസ്കാരത്തിൽ അടിയുറച്ച് നിൽക്കുക. കാരണം ഞാൻ താങ്കളോട് റിസ്ക്കിനെ ആവശ്യപ്പെടുന്നില്ല, റിസ്ക് നൽകുന്നത് നാമാണ്. ഇപ്പം നിങ്ങളുടെ റിസ്ക് നിങ്ങൾ പോലും പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ പറയുന്നത് ഒന്നു വെച്ചാൽ നമ്മളൊരു ധാന്യമണി ഭൂമിയിൽ വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി അത് മുളപ്പിക്കുക എന്നത് നമ്മുടെ ജോലിയല്ല, അത് അള്ളാഹുവിൻ്റെ ജോലിയാണ്. ആ രീതിയിൽ റിസ്ക് തർത്തീബാക്കി തരുന്നത് അള്ളാഹുവാണ് എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് തഫ്സീർ നൽകുന്നുണ്ട്. അവസാനം പറയുകയാണ്, കാഫിരീങ്ങളോടാണ് പറയുകയാണ്, നിങ്ങളും പ്രതീക്ഷിച്ചിരിക്കുക, ഞാനും പ്രതീക്ഷിക്കാം, ആരാണ് അവസാനം വിജയിക്കുന്നത് എന്ന് നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.